ഇപ്പോൾ ഒരു വാർഡ് മെമ്പറെ വിജയിപ്പിച്ചിട്ടുള്ളത് ആ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ആ വാർഡ് മെമ്പറുടെ പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം? ഒരു രാഷ്ട്രീയ പാർട്ടി ഈ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിന്നിങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ചെയ്യേണ്ട ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം വളരെ വ്യത്യസ്ത സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയായ ആളുകളുണ്ടായിരിക്കും. ഒരുപക്ഷെ ഒരു സാമുദായിക സമവാക്യങ്ങളുടെ പേരിൽ, സംവരണങ്ങളുടെ പേരിൽ, പ്രത്യേക കുടുംബങ്ങൾക്കൊക്കെ ധാരാളം വോട്ടുണ്ടെങ്കിൽ അവരുടെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നോമിനേഷൻ തള്ളിയിട്ട് ആക്സിഡൻ്റലി സ്ഥാനാർത്ഥിയായ ആളുകളൊക്കെ ഉണ്ടാവും. ഇവർക്കൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ വേണ്ട സ്കില്ലോ ഈ പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ചുള്ള അറിവോ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. സ്വാഭാവികമായിട്ടും ഇവരുടെ സീനിയേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കൃത്യമായ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിങ്ങിന് പോലും വേണ്ട സ്കില്ലില്ലാത്ത ആളുകളുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായൊരു ക്യാമ്പ് നടത്തിയിട്ട് ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ട് ഈ ഫണ്ട് അലോക്കേഷനെ കുറിച്ചിട്ട്, വ്യത്യസ്തമായിട്ടുള്ള ഗവൺമെൻറ് പ്രൊജക്റ്റുകളെ കുറിച്ചിട്ട്, സ്കീമുകളെ കുറിച്ചിട്ട്, എങ്ങനെ ഈ ബ്യൂറോക്രസിനായിട്ട് വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇടപെട്ടിട്ട് ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൃത്യമായ ഒരു അറിവ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇവരിൽ പല ആളുകളും ഈ ന്യൂ കമേഴ്സ് ആയിരിക്കും, ഒരു എക്സ്പീരിയൻസോ ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ നല്ല അറിവും സ്കില്ലുള്ള ആളുകളുണ്ടായിരിക്കും, എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. പക്ഷേ ഇവർക്ക് ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ അഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികൾ എന്ത് ചെയ്യണം? കൃത്യമായ ക്യാമ്പുകൾ വെച്ചിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം. പഴയ പോലെയല്ല, ഈ പൊളിറ്റീഷ്യൻസും നല്ല പ്രൊഫഷണൽ ആവേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. മറിച്ച് പല സീനിയർ നേതാക്കന്മാരും പതിഞ്ഞിരുന്നിട്ട് ഇവരുടെ അബദ്ധങ്ങൾ കണ്ടുപിടിച്ചിട്ട് നെക്സ്റ്റ് ഇയർ ഇവരുടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കിയിട്ട് നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് ചിന്തിക്കുക. അതല്ല, ഇവരെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റുകൾ നിലനിർത്താനും ഇവിടുന്ന് മെച്ചപ്പെടുത്താനും കഴിയുന്നുള്ളതാണ്.